നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രം 1, 2 പാദങ്ങൾ എന്നിവരുടെ വേദദോഷം അകന്ന് നല്ല സമയം തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ആദ്യം വേദം എന്താണെന്ന് പറയാം. ചാരവശാൽ, അതായത് ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ജനിച്ച കൂറിൻ്റെ ഇഷ്ടഭാവങ്ങളിലും അനിഷ്ടഭാവങ്ങളിലുമായി സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവത്തിൽ വരുന്നു. എന്നാൽ ഒരു ഗ്രഹം നമുക്ക് ചാരവശാൽ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ആ വേദസ്ഥാനത്തു നിന്ന് ആ ഗ്രഹം മാറുന്നതുവരെ ഇഷ്ടഭാവസ്ഥനായ ഗ്രഹത്തിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായും നമുക്ക് അനുഭവത്തിൽ വരികയില്ല. കാരണം വേദസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം നല്ല ഫലങ്ങൾക്ക് വേദം അഥവാ തടസ്സമായി നിൽക്കുന്നു എന്നതാണ്. ചാരവശാൽ ഒരു ഗ്രഹം ദോഷഫലങ്ങളാണ് തരുന്നതെങ്കിലും അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദോഷഫലങ്ങളും നമുക്ക് വേദസ്ഥാനത്ത് ആ ഗ്രഹം നിൽക്കുന്നതുവരെ കാര്യമായി അനുഭവത്തിൽ വരികയില്ല. ആ ഗ്രഹം അവിടെ നിന്നും മാറിയതിന് ശേഷം അനുഭവത്തിൽ വന്നു തുടങ്ങും. ഇതുകൊണ്ടാണ് ചാരവശാൽ നല്ല ഫലങ്ങൾ പൂർണ്ണമായും കിട്ടേണ്ടവർക്ക് അത് ലഭിക്കാതെ പോകുന്നതും, അതുപോലെ തന്നെ ദോഷസ്ഥാനത്താണ് ഒരു ഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാകാതെ പോകുന്നതും. ഈ കാര്യങ്ങൾ അറിയാതെ പലരും ജ്യോതിഷത്തെ പഴിചാരുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പലരും പറയുന്നത് കേൾക്കാം, വ്യാഴം എനിക്ക് ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഇതേവരെ യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വ്യാഴം ദോഷഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കിതുവരെ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വന്നില്ല എന്നും മറ്റുമൊക്കെ. അതുകൊണ്ട് ഈ ഫലങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്നൊക്കെ പലരും പറയുന്നതായി കേൾക്കാം. നല്ലതും ദോഷവും അനുഭവത്തിൽ വരാത്തതിനുള്ള പ്രധാന കാരണം ഈ വേദമാണ്. മറ്റൊന്നുള്ളത്, ആ സമയം നടക്കുന്ന നല്ലതും മോശവുമായ ദശാപഹാര സമയമായിരിക്കും. ഗ്രഹചാര ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദസ്ഥാനത്ത് ഗ്രഹങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പലരും നോക്കാറില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ വ്യാഴം 1/6/2026 തിങ്കളാഴ്ച രാത്രി 1:48 അതിൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കന്നിക്കൂറിൽ ജനിച്ച ഉത്രം 2, 3, 4, അത്തം, ചിത്തിര നക്ഷത്രം 1, 2 പാദങ്ങൾ എന്നിവർക്ക് വ്യാഴം ഏറ്റവും നല്ല ഇഷ്ടഭാവമായ ലാഭസ്ഥാനം അഥവാ 11ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ വ്യാഴത്തെ കൊണ്ട് സാധാരണഗതിയിൽ 1/6/2026 തിങ്കളാഴ്ച രാത്രി 1:48 മുതൽ നല്ല ഫലങ്ങൾ കന്നിക്കൂറുകാർക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ അത് കിട്ടിക്കാണില്ല. അതിനുള്ള കാരണം ഈ വേദമാണ്. വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമായ 11ാം ഭാവത്തിൻ്റെ വേദസ്ഥാനമായ 8ാം ഭാവത്തിൽ മേടം രാശിയിൽ ചൊവ്വ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നുണ്ട്. അതിനാൽ ഈ ചൊവ്വ വ്യാഴത്തിൻ്റെ ഇഷ്ടഫലങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതിനാലാണ് 1/6/2026 മുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുന്നത്. ഈ ചൊവ്വ ഈ വേദസ്ഥാനത്തു നിന്നും മാറിയതിന് ശേഷം മാത്രമേ വ്യാഴത്തെ കൊണ്ടുള്ള നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങുകയുള്ളൂ. ചൊവ്വ 20/6/2026 രാത്രി 11:59 മേടം രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് മാറും. അപ്പോൾ മുതൽ, അതായത് 21/6/2026 മുതൽ കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ 11ാം ഭാവത്തിൻ്റെ ശ്രേഷ്ഠഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും. ഈ നല്ല ഫലങ്ങൾ മേടം രാശിയിൽ മറ്റൊരു ഗ്രഹം വരുന്നതുവരെ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. സാധാരണഗതിയിൽ കന്നിക്കൂറുകാർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ 25/6/2027 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വരെ നിൽക്കുന്നതിനാൽ ഈ സമയം വരെ ഇവർക്ക് വ്യാഴത്തെ കൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ 14/4/2027 ബുധനാഴ്ച
പകൽ 3:26 സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനാൽ വ്യാഴത്തിൻ്റെ 11ാം ഭാവത്തിലെ നല്ല ഫലങ്ങൾ കന്നിക്കൂറുകാർക്ക് 14/4/2027 ബുധനാഴ്ച പകൽ 3:26 വരെയേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്ന സൂര്യൻ നല്ല ഫലങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതോടൊപ്പം തന്നെ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും ഒന്നിനു പിറകെ ഒന്നായി മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്തായാലും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 20/6/2026 മുതൽ 14/4/2027 വരെ, അതായത് 10 മാസം 24 ദിവസം വരെ വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. കാരണം പല കൂറുകാർക്കും ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റു ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ളതിനാൽ തുടർച്ചയായി ഇത്ര ദീർഘമായ നല്ലൊരു സമയം കിട്ടാറില്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രഹങ്ങൾ വേദസ്ഥാനത്ത് വരുന്നത് കാരണം അവ നോക്കി വേദം ഒഴിഞ്ഞു കിട്ടുന്ന സമയം കണക്കാക്കിയെടുക്കുക എന്നുള്ളത് ഭാരിച്ച ജോലിയായതിനാൽ പലപ്പോഴും പലരും വേദത്തെ ഗൗനിക്കാറേയില്ല. ചാരഫലങ്ങൾ മാത്രം നല്ലതായാലും മോശമായാലും പറഞ്ഞു പോകും. അതിൻ്റെ ഫലമായി ചാരഫലങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അതേപോലെ അനുഭവത്തിൽ വരും, മറ്റു ചിലർക്ക് പറഞ്ഞതൊന്നും അനുഭവത്തിൽ വരികയില്ല. അപ്പോൾ ചിലർ പറയും ജ്യോതിഷത്തിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന്. അവർ പറയും ആന കിട്ടും ചേന കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്ന്. മറ്റു ചിലർ പറയും ദോഷസമയമാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ദോഷവും ഉണ്ടായില്ലല്ലോ എന്ന്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് അവരാരും അറിയുന്നില്ലല്ലോ. ഒരു ഗ്രഹം ഇഷ്ടഭാവത്തിലായാലും അതിൻ്റെ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം വന്നുപെട്ടാൽ ആ ഗ്രഹത്തെ കൊണ്ടുള്ള ഇഷ്ടഫലങ്ങൾ വേദസ്ഥാനത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം പൂർണ്ണമായി അനുഭവത്തിൽ വരികയില്ല. ഒട്ടും അനുഭവത്തിൽ വരികയില്ല എന്നല്ല, 2 ലക്ഷം കിട്ടേണ്ടിടത്ത് 20,000 കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെയാണ് കഷ്ടഫലങ്ങളുടെയും കാര്യം. ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം വന്നുപെട്ടാൽ ആ ഗ്രഹം അനിഷ്ടഫലങ്ങളെയും പൂർണ്ണമായി ചെയ്യുകയില്ല. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും എന്ന് മാത്രം. അതിനാൽ ദോഷഫലങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കടന്നു പോകും. മറ്റൊരു കാരണമുള്ളത് ഗ്രഹചാരഫലം നല്ലതാണെങ്കിൽ ദശാപഹാര സമയം നല്ലതായിരിക്കുകയില്ല എന്നുള്ളതാണ്. ദശാപഹാര സമയവും ഗ്രഹചാരഫലവും ഒരേപോലെ നല്ലതായി വന്നെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ ദശാപഹാര സമയവും ഗ്രഹചാരഫലവും രണ്ടും ദോഷകരമായി വന്നെങ്കിൽ മാത്രമേ കടുത്ത ദോഷഫലങ്ങളും അനുഭവത്തിൽ വരികയുള്ളൂ. വേദവും മറ്റും കണക്കാക്കി ഗ്രഹചാരഫലങ്ങൾ പറയുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. തന്നെയുമല്ല, വേദമില്ലാത്ത ഓരോ ചെറിയ ചെറിയ പീരീഡുകൾ പറഞ്ഞു വരുമ്പോൾ അത് പ്രേക്ഷകർക്കും ബോറായി തോന്നാം. ഇനി മറ്റൊന്നുള്ളത് സൂര്യനും ശനിയും തമ്മിലും ചന്ദ്രനും ബുധനും തമ്മിലും പരസ്പരം വേദിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം സൂര്യൻ്റെ പുത്രനാണ് ശനി, ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ എന്നുള്ളതാണ്. അതായത് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ വേദസ്ഥാനത്ത് ശനി വന്നാലും നല്ല ഫലങ്ങൾ വേദിക്കപ്പെടുകയില്ല എന്ന് സാരം. സൂര്യൻ്റെ നല്ല ഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരും. അതേപോലെ തന്നെ ദോഷഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ ഇഷ്ടഭാവത്തിൽ ശനി വന്നാൽ ദോഷഫലങ്ങൾ വേദിക്കപ്പെട്ട് കുറയുകയുമില്ല. ദോഷഫലങ്ങൾ അതേപോലെ തന്നെ അനുഭവത്തിൽ വരും. ഇതേപോലെ തന്നെയാണ് ചന്ദ്രൻ്റെയും ബുധൻ്റെയും കാര്യം. ചന്ദ്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേദസ്ഥാനത്ത് ബുധൻ വന്നാൽ ചന്ദ്രൻ്റെ ഇഷ്ടഫലങ്ങളിൽ കുറവ് വരികയില്ല. ഇഷ്ടഫലങ്ങൾ അതേപോലെ തന്നെ അനുഭവത്തിൽ വരും. അതേപോലെ തന്നെ ചന്ദ്രൻ അനിഷ്ടഭാവത്തിൽ അഥവാ അതിൻ്റെ വേദസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടഭാവത്തിൽ ബുധൻ വന്നാൽ ആ ദോഷഫലങ്ങളിലും കുറവ് വരികയില്ല. ദോഷഫലങ്ങൾ അതേപോലെ തന്നെ അനുഭവത്തിൽ വരും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് 20/6/2026 മുതൽ മേൽപ്പറഞ്ഞ 10 മാസം 24 ദിവസം വ്യാഴത്തെക്കൊണ്ട് വേദിക്കപ്പെടാത്ത ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോവുകയാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. കന്നിക്കൂറുകാർക്ക് വ്യാഴത്തെക്കൊണ്ട് കിട്ടാവുന്ന നല്ല ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ലാഭത്തോട് ലാഭം എന്ന കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്
ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്താൽ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അതിൻ്റെ ബെല്ലൈക്കൺ ഈ വീഡിയോ കഴിയുമ്പോൾ സ്ക്രീനിലും തെളിഞ്ഞ് കാണാവുന്നതാണ്. കന്നിക്കൂറുകാർക്കിപ്പോൾ 7ാം ഭാവത്തിലെ കണ്ടകശനി സമയമാണെങ്കിലും 11ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ശനിയുടെ മുകളിൽ പതിക്കുന്നതിനാൽ കണ്ടകശനി ദോഷഫലങ്ങളും കുറയും. കണ്ടകശനി കഴിഞ്ഞ് ഇവർക്ക് പിന്നീട് 2.5 വർഷം അഷ്ടമശനി സമയമാണ് വരാൻ പോകുന്നത്. അതിനാൽ ശനിദോഷ ശാന്തിക്കായി പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവർ അഷ്ടമശനി കഴിയുന്നതുവരെ അത് തുടരുന്നത് നല്ലതായിരിക്കും. അയ്യപ്പൻ, ശനീശ്വരൻ എന്നിവരുടെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭക്തിപൂർവ്വം ജപിക്കുന്നതും നല്ലതായിരിക്കും. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.